നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. CITUവിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മെയ്ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി നിർവഹിച്ചു. ലോക തൊഴിലാളി ദിനമായ മെയ് 1 AITUCയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. സമ്മേളനം AITUC ജില്ലാ പ്രസിഡന്റ് MN അനിൽ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയിലെ പാതയോരങ്ങളിലെ അനധികൃത കയറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ തീരുമാനം. മുനിസിപ്പൽ ചെയർമാൻ K ദീപക് PWD ഉദ്യോഗസ്ഥരോട് റോഡരികിലെ അനധികൃത കയറ്റങ്ങൾ ഒഴിവാക്കുവാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി നാരങ്ങാനത്ത് കുരിശ് തകർത്ത സ്ഥലവും ചുറ്റുമുള്ള പട്ടയഭൂമിയും സന്ദർശിച്ചു. നാരങ്ങാനത്ത് സ്ഥാപിച്ചിരുന്ന കുരിശ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിഴുതുമാറ്റിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ മുണ്ടൻമുടി അച്ഛൻ കവലിൽ പ്രതിഷേധിച്ചു. അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. CITUവിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മെയ്ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. തൊടുപുഴ നഗരത്തിലൂടെ നടത്തിയ റാലി മങ്ങാട്ടുകവലയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി നിർവഹിച്ചു. വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. ലോകമെങ്ങുമുള്ള തൊഴിലാളികളുടെ ദിനമായിട്ടാണ് മെയ് ദിനം അഥവാ തൊഴിലാളി ദിനം ആഘോഷിക്കുന്നത്. 1886 മെയ് 1 8 മണിക്കൂർ ജോലിയും വിശ്രമവും ആവശ്യപ്പെട്ട് അമേരിക്കയിൽ 3 ലക്ഷത്തോളം തൊഴിലാളികൾ പണിമുടക്കി. തുടർന്ന് മെയ് 4 ചിക്കാഗോ നഗരത്തിലെ ഹേ മാർക്കറ്റ് ചത്വരത്തിൽ സമാധാനപരമായി പ്രകടനം നടത്തിയിരുന്ന തൊഴിലാളികൾക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിലും പോലീസ് വെടിവെപ്പിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. തൊഴിലിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിനും ജീവിത സാഹചര്യങ്ങൾ നേടുന്നതിനുമായി നടത്തിയ പോരാട്ടത്തിലുണ്ടായ ആ ജീവത്യാഗത്തിന്റെ സ്മരണയ്ക്കായി 1890 മുതലാണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ ആരംഭിച്ചത്. മെയ് ദിനത്തോടനുബന്ധിച്ച് CITU നേതൃത്വത്തിൽ തൊടുപുഴയിൽ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. തൊടുപുഴ ജ്യോതി ബസാറിൽ നിന്ന് ആരംഭിച്ച റാലി മങ്ങാട്ടുകവലിൽ സമാപിച്ചു. നരേന്ദ്രമോദി ഭരണത്തെ CITU സംസ്ഥാന സമിതി അംഗം സുബൈർ TB പതാക ഉയർത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ ഇന്ന് ലോക തൊഴിലാളി വർഗം അത് മുതലാളിത്ത രാജ്യങ്ങളിലായിക്കോട്ടെ അല്ലാത്ത സ്ഥലങ്ങളിലായിക്കോട്ടെ കടുത്ത വെല്ലുവിളിയെ നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കുന്ന നിലപാടുകളും തീരുമാനങ്ങളുമാണ് മുതലാളിത്ത രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ സ്വീകരിച്ചു വരുന്നത്. പ്രത്യേകിച്ച് നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കി വരുന്ന എല്ലാ രാജ്യങ്ങളും അവർ തൊഴിലാളികളുടെ അവകാശങ്ങൾ ആണ് ഹനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി ലോക മുതലാളിത്ത രാജ്യങ്ങളിലെ തൊഴിലാളികളുടെ തന്നെ വലിയ സമരങ്ങൾ ഉയർന്നു വരുന്നു. അടുത്ത കാലത്താണ് അമേരിക്കയിലെ 17 പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലെ തൊഴിലാളികൾ നീണ്ടു നിന്ന ഒരു സമരമാണ് ഏർപ്പെട്ടത്. അതുപോലെ ഫ്രാൻസിലെ തൊഴിലാളികൾ, ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ അടക്കം, അധ്യാപകരടക്കം അവർ ലഭിച്ചുകൊണ്ടിരുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് പുതിയ ആനുകൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടിയല്ല, ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ വലിയ തോതിലുള്ള സമരങ്ങളിലേക്കാണ് വരുന്നത്. ഏത് രാജ്യം പരിശോധിച്ചാലും അവിടെയെല്ലാം തൊഴിലാളികളുടെ പ്രക്ഷോഭങ്ങൾ വളർന്നു വരുന്നു. 8 മണിക്കൂർ ജോലി എന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിഷേധിക്കപ്പെടാൻ പോവുകയാണ്. പ്രത്യേകിച്ച് പുതിയ ലേബർ കോഡ് വന്നു കഴിഞ്ഞിരിക്കുന്നു. തൊഴിലാളികൾ സമരം ചെയ്ത്, ആരുടെ ഔദാര്യമല്ല, തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയെടുത്ത ആനുകൂല്യങ്ങളാണ്. 29 ലേബർ കോഡുകൾ, 29 ആനുകൂല്യങ്ങൾ 4 ലേബർ കോഡ് ആക്കിക്കൊണ്ട് തൊഴിലാളിക്ക് സംഘടിക്കാനും സമരം ചെയ്യാനും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാനുമുള്ള അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള തീരുമാനമാണ്
പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ലേബർ ബിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അജയ് ചെറിയാൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലോക തൊഴിലാളി ദിനമായ മെയ് 1 AITUCയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. തൊടുപുഴ KSRTCയിൽ സമാപിച്ച റാലിക്ക് ശേഷം നടന്ന സമ്മേളനം AITUC ജില്ലാ പ്രസിഡന്റ് MN അനിൽ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ AITUC ജില്ലാ സെക്രട്ടറി CBC മാത്യു, SUCI ജില്ലാ സെക്രട്ടറി N വിനോദ് കുമാർ, KCW സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS സജിമോൻ, KEW സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK സജി, കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PP ലീലാമ എന്നിവർ പങ്കെടുത്തു. സർവദേശീയ നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് തന്നെ KSRTCയിൽ 8 മണിക്കൂറിന് പകരം 14 മണിക്കൂർ ജോലി എടുപ്പിച്ചുകൊണ്ട് 8 മണിക്കൂറിന്റെ കൂലിയാണ് കൊടുക്കുന്നത്. ഈ രാജ്യത്തെ പൊതുമേഖലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 4 പതിറ്റാണ്ടായി ഇവിടത്തെ ഇടതുപക്ഷ ഐക്യവും മറ്റ് ജനാധിപത്യ വിശ്വാസികളും ഐതിഹാസികമായ സമരത്തിലൂടെ നിലവിലുള്ള തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നയത്തിനു വേണ്ടി പോരാടുമ്പോൾ ആ ചെങ്കൊടി പിടിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുത്തുകൊണ്ട് ആ ഇടതുപക്ഷത്തിന്റെ നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് ഇന്ന് ഇടതുപക്ഷത്തിന്റെ മഹാനായ സഖാവ് പിണറായി സാർ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് BJPയുടെ നയങ്ങളിൽ നിന്നും എന്ത് വ്യത്യസ്തമാണുള്ളത്? BJPയുടെ മുതലാളിമാരെ സേവിക്കുന്ന നയങ്ങളിൽ നിന്നും എന്ത് വ്യത്യാസമാണ്? ഇന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ പേര് ഇന്നിവിടെ മത്സരം നടത്തുകയാണ്. ഉമ്മൻചാണ്ടി സാർ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നയരൂപീകരണം നടപ്പിലാക്കിയപ്പോൾ ആ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ തൊഴിലാളി വർഗത്തിനെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ആ പദ്ധതിക്കെതിരെ സമരത്തിന്റെ ഭാഗത്ത് വന്ന ഇവിടത്തെ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് അതിന്റെ നടത്തിപ്പുകാരനായി മാറുന്ന സാഹചര്യമാണ്. ഇതാണ് അവസ്ഥ. രാജ്യത്തെ എന്ത് തൊഴിലാളി രാജ്യത്തിന്റെ ഗുണകരമായ എന്ത് പ്രവർത്തനങ്ങൾ വന്നാലും അതിനെതിരെ തൊഴിലാളികളെ സംഘടിപ്പിച്ച തൊഴിലാളികളുടെ ഇടയിൽ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ആ വിഭാഗീയതയുടെ പേരിൽ തന്നെ മുതലക്കണ്ണീർ ഒലിപ്പിക്കുന്ന ചെങ്കൊടി പിടിക്കുന്ന ആ പ്രസ്ഥാനം ഇന്ന് മെയ് ദിനത്തിന് ഒറ്റുകൊടുക്കുന്ന ഒരു സാഹചര്യമാണ് സുഹൃത്തുക്കളെ. മോട്ടോർ വാഹന വകുപ്പിന്റെ അനാസ്ഥ മൂലം വെട്ടിലായി ഒരു യുവാവ്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശി അനീഷാണ് തന്റെ 2 ഓട്ടോറിക്ഷകൾക്ക് ലഭിച്ച വാഹനപ്പിഴ മൂലം ദുരിതത്തിൽ ആയിരിക്കുന്നത്. എല്ലാവിധ ക്ലിയറൻസും തീർത്ത് അനീഷ് വാങ്ങിയ 2 ഓട്ടോറിക്ഷകൾക്കും മുൻകാല ബാധ്യത ഉള്ളതായി മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശമാണ് വാഹനങ്ങൾ നിരത്തിലിറക്കി ഉപജീവനം നടത്തുന്നതിന് തടസ്സമാവുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ അനാസ്ഥ മൂലം വെട്ടിലായി ഒരു യുവാവ്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശി അനീഷാണ് തന്റെ 2 ഓട്ടോറിക്ഷകൾക്ക് ലഭിച്ച വാഹനപ്പിഴ മൂലം ദുരിതത്തിലായിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശിയായ അനീഷ് 29/10/2024 KL 37A 9937 എന്ന ഓട്ടോറിക്ഷ സതീഷ് എന്നയാളുടെ പക്കൽ നിന്നും വാങ്ങിയത്. ഇതിനുശേഷം 250 രൂപ നിരക്കിൽ ഉണ്ടായിരുന്ന 4 വാഹനപ്പിഴകൾ അടച്ച് ഈ ഓട്ടോറിക്ഷ 12-ാം മാസം മറിച്ച് വിൽപ്പന നടത്തിയിരുന്നു. രജിസ്റ്റർ ഓണർ പേര് മാറിയ ശേഷം ഓട്ടോറിക്ഷ വാങ്ങിയ ആൾ ടാക്സ് അടയ്ക്കുന്നതിന് ചെന്നപ്പോൾ ഈ ഓട്ടോറിക്ഷയുടെ പേരിൽ മുൻഭാഗം പൊക്കി റീൽസ് എടുത്ത് എന്ന പേരിൽ 12,500 രൂപ പിഴയുള്ളതായി RTO അറിയിച്ചതായും തനിക്ക് ഈ വാഹനം വേണ്ടെന്ന് പറഞ്ഞ് തിരികെ നൽകിയതായും അനീഷ് പറയുന്നു. ഞാൻ പെരിയാറ്റിൽ നിന്ന് ഓട്ടോ വിലയ്ക്ക് മേടിച്ചു. KL 37A 9937 ഓട്ടോ. അത് മേടിച്ച് പിന്നെ അതിൻ്റെ പേര് മാറി അതിനൊരു 1000 രൂപ പെനാൽറ്റി ഉണ്ടായിരുന്നു. അത് അടച്ച് പേര് മാറി ഞാൻ വള്ളക്കടവ് സതീശിന് വണ്ടി വിറ്റു. വണ്ടിയെല്ലാം വിറ്റ് അവനൊരു 2 മാസം ഓടിച്ചിരുന്നപ്പോഴത്തേക്കിന് ടാക്സ് തീർന്നു. ടാക്സ് അടയ്ക്കാൻ അവർ ചെന്നപ്പം ഈ വണ്ടിയിലേക്ക് ഒരു 12,500 രൂപ പറ്റി. അവൻ ആ വണ്ടി എല്ലാം കൂടെ തിരിച്ചു തന്നു. അവനൊക്കെ അടയ്ക്കാൻ പറ്റിയാലെന്നും പറഞ്ഞു. ഞാൻ ഈ പറ്റിയെക്കുറിച്ച് അന്വേഷിച്ചപ്പം ഇത് 2 വർഷം മുമ്പേ, അതായത് 2022 എടുത്ത ഒരു റീൽസ് കണ്ടിട്ട് ഇടുക്കി RTO സ്കോഡിലെ യെല്ലോവറീസ് എന്ന് പറയുന്ന പിന്നെ RTO ആണ് ഈ പെറ്റി അടിച്ചത്. അപ്പം ഞാൻ പുള്ളിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അവനെയും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ മരിച്ചു പോയി എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അവനെയും കൂട്ടിക്കൊണ്ട് വാടകയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഈ ഫോൺ വിളിച്ചാൽ യെല്ലോവറീസ് എടുക്കുകയില്ല. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഈ വേറെ
നമ്പറിൽ നിന്ന് കോൾ വന്നു. ഈ 85 47 85 28 41 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് കോൾ വന്നു പറഞ്ഞു, ഇനി എൽദോ സാറിനെ വിളിക്കരുത് എന്ന് പറഞ്ഞു. വിളിച്ച വിവരം അറിയുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ പുളിയമലയിലെ ഓട്ടോ ഡ്രൈവറാന്ന് പറഞ്ഞു. രണ്ടാമത് ഈ ഡ്രൈവറെ ഞങ്ങൾ ബന്ധപ്പെടാൻ നോക്കിയിട്ട് പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ ഈ വണ്ടി എനിക്ക് ടാക്സ് അടയ്ക്കാനും പറ്റിയിട്ടില്ല. ഈ വണ്ടി ഇപ്പോൾ വിൽക്കാനും പറ്റാത്തൊരു കണ്ടീഷനിൽ വണ്ടി ഇങ്ങനെ ഒതുക്കി ഇട്ടേക്കുക ഷെഡിൽ. ആ ഒരു കണ്ടീഷനിൽ ഇരിക്കുകയാണ് ഇതെന്നാന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ബാക്കി നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാമെന്നോർത്തായിരിക്കുന്നത്. ഈ പെനാൽറ്റി നമ്മൾ അടയ്ക്കുകയല്ല, കാരണം നമ്മൾ ഇത് ചെയ്യാത്ത തെറ്റാണ്. പിന്നീട് അനീഷ് വാഹനത്തിന്റെ പിഴ അടയ്ക്കാമെന്ന് RTOയെ സമീപിക്കവേ റീൽസ് എടുത്തയാളെ കൂട്ടിവരുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ റീൽസ് എടുത്തയാൾ മരണപ്പെട്ടു എന്നറിയിച്ചിട്ടും ഇതൊന്നും ബാധകമല്ല എന്ന നിലപാടാണ് RTO സ്വീകരിച്ചതെന്നുമാണ് അനീഷ് പറയുന്നത്. 2025 11 വാഹനത്തിന് പുതിയ പെർമിറ്റ് നൽകിയ ശേഷമാണ് 12 വാഹനത്തിന് പിഴയുള്ളതായി അറിയിക്കുന്നത്. ഇതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ അനാസ്ഥയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇതിനുശേഷമാണ് KL 03 3894 എന്ന മറ്റൊരു ഓട്ടോറിക്ഷ അനീഷ് വാങ്ങുന്നത്. ഇതിനുശേഷം വാഹനം തന്റെ പേരിൽ ആക്കിയ ശേഷമാണ് എരുമേലി റേഞ്ചിൽ ഈ വാഹനത്തിന്മേൽ അബ്കാരി കേസ് ഉണ്ടെന്ന വിവരം അനീഷിനെ എക്സൈസ് വിഭാഗം അറിയിക്കുന്നത്. കോടതി കേസ് നിലനിൽക്കുന്ന ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഈ വാഹനം മോട്ടോർ വാഹന വകുപ്പ് എങ്ങനെ തന്റെ പേരിലേക്ക് മാറ്റിത്തന്നുവെന്നും ഇതും കെടുകാര്യസ്ഥതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നുമാണ് അനീഷ് പറയുന്നത്. അപ്പോൾ ആ വണ്ടി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു വാഹനം എടുത്തു. അത് പിന്നെ മുണ്ടക്കയത്ത് നിന്ന് എടുക്കുന്നത് KL 0V 3894 എന്ന് പറഞ്ഞ ഓട്ടോ ഞാൻ വിലക്കെടുത്തു. ഞാൻ ആ വണ്ടി പണിതു, പിന്നെ പേര് മാറി, ടെസ്റ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് എന്നെ ഒരു ദിവസം മുണ്ടക്കയത്തെ എക്സൈസ് ഓഫീസിൽ നിന്ന് വിളിച്ചു. ഈ വണ്ടിക്ക് ഒരു കേസുണ്ടെന്നും പറഞ്ഞു. നമുക്കറിയത്തില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത്, ഇന്നുകൂടെ ഈ വണ്ടി അബ്കാരി കേസിന് പ്രതിയാണ്, ഈ വണ്ടി ബോണ്ട് കടച്ച് കൊടുത്തതാണ്, ഈ വണ്ടി വിൽക്കാനൊന്നും പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ കോടതി ഓർഡറുണ്ട്, വിൽക്കാൻ പറ്റിയാല പണിയാൻ പറ്റിയാലെന്നുള്ളത്. പക്ഷേ ഇത് ബ്ലാക്ക് ലിസ്റ്റിലുള്ള വണ്ടി അവിടുത്തെ RTO കൈക്കൂലി മേടിച്ചിട്ടായിരിക്കണം ഈ വണ്ടി വേറെ ആൾക്ക് പേര് മാറി കൊടുക്കും. ആ പേര് മാറി വിൽക്കുന്ന വേറൊരാൾ മേടിച്ചിട്ടാണ്, മൂന്നാമതായിട്ടാണ് ഞാൻ ഈ വണ്ടി മേടിച്ചത്. ഇപ്പോൾ ഈ കേസിൻ്റെ പുറകെ ഞാനാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ വണ്ടി പിടിക്കാൻ ഓർഡർ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ വണ്ടികൾ പോയാൽ നമ്മുടെ ബാക്കിയുള്ള എൻ്റെ കാശ് 4 ലക്ഷം രൂപ, 2 വണ്ടിയുമായിട്ട് 4 ലക്ഷം രൂപ നഷ്ടം വരും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതിരിക്കുകയാണ്. ഈ വാഹനം മൂന്നാമനായാണ് അനീഷ് വാങ്ങുന്നത്. മരിച്ചയാൾ ഹാജരാകണമെന്നുള്ള ആദ്യ വാഹനത്തിന്മേലുള്ള RTOയുടെ നിർദ്ദേശവും ബ്ലാക്ക് ലിസ്റ്റിലുള്ള വാഹനം രജിസ്റ്റർ ഓണർഷിപ്പ് മാറ്റി തന്നതുമുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ക്രമക്കേടുകളിൽ വാഹനമോടിച്ചുള്ള ഉപജീവനത്തിന് തിരിച്ചടിയായതോടുകൂടി ഉന്നതതല പരാതികൾ നൽകുവാൻ ഒരുങ്ങുകയാണ് ഈ ചെറുപ്പക്കാരൻ. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. തൊടുപുഴയിലെ പാതയോരങ്ങളിൽ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ തീരുമാനം. കഴിഞ്ഞ ദിവസം ചേർന്ന മഴക്കാല പൂർവ്വ ശുചീകരണ യോഗത്തിൽ PWD റോഡിലെ ഓടകൾ കയ്യേറി സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് മൂലം ഓട വൃത്തിയാക്കുന്നത് പോലും അസാധ്യമായ അവസ്ഥയിലാണെന്ന് അഭിപ്രായം ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് PWD ഉദ്യോഗസ്ഥരോട് റോഡരികിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കയ്യേറ്റങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ട സഹായങ്ങൾ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. അടിയന്തരമായി അനധികൃതമായി തെരുവുകളിൽ കൂടി വച്ചിട്ടുള്ള കയ്യേറ്റങ്ങൾ, അത് കടകളും ഒക്കെ ആയിട്ട് ഉള്ള കയ്യേറ്റങ്ങൾ, അത് എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കുന്നതിന് PWD ആണ് അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം. അതുകൊണ്ട് PWD അത് ഒഴിപ്പിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ഇന്ന് ചേർന്ന യോഗത്തിൽ PWDക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഏറ്റവും അടുത്ത ദിവസം അവർ ആലോചിച്ച് ഡേറ്റ് തീരുമാനിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. തൊമ്മൻകുത്ത് ജാഗ്രതാ സമിതിയുടെ ക്ഷണം സ്വീകരിച്ച DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി നാരങ്ങാനത്ത് കുരിശു തകർത്ത സ്ഥലവും ചുറ്റുമുള്ള പട്ടയഭൂമിയും സന്ദർശിച്ചു. കർഷകരെയും വിശ്വാസികളെയും സഭാ നേതൃത്വത്തെയും നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് വനംവകുപ്പ് ജെണ്ട സ്ഥാപിച്ചിട്ടുള്ളത്. വനംവകുപ്പിൻ്റെ കൈവശമുള്ള സ്ഥലം ജെണ്ട കെട്ടി തിരിച്ച് അതിർത്തി രേഖപ്പെടുത്തി പോയിട്ടുള്ളതാണ്. അതിന് ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞാണ് ഈ കുരിശ് സ്ഥാപിച്ച സ്ഥലം. ഇവിടെയാണ് വനംവകുപ്പ് കടന്നുകയറ്റം നടത്തിയിട്ടുള്ളത്. ഈ മേഖലയിൽ ധാരാളം ആളുകൾ വർഷങ്ങളായി 10-50 വർഷമായി കുടിയേറി ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, പട്ടയത്തിന് അപേക്ഷ നൽകേണ്ട ആൾക്കാരുമുണ്ട്. അപ്പം നിരവധി ഇവിടുത്തെ ഒന്ന് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്കറിയാൻ കഴിയും 50-60 വർഷം പഴക്കമുള്ള തെങ്ങ് ഉൾപ്പെടെയുള്ള കവുങ്ങ് ഉൾപ്പെടെയുള്ള നിരവധി കൃഷികൾ ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഈ പ്രദേശത്താണ് വനംവകുപ്പ് കടന്നുകയറ്റം നടത്തി ഇത് വനംവകുപ്പിൻ്റെ ഭൂമിയാണ് എന്ന് അവകാശവാദമായി വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും വനംവകുപ്പിൻ്റെ ഈ അവകാശവാദം അംഗീകരിക്കാൻ കഴിയില്ല. കാരണം 1/1/77 മുൻപ് ഇവിടെ ആളുകളുടെ കൈവശ ഭൂമിയുള്ളതാണ്. ജോയിൻറ്റ് വെരിഫിക്കേഷൻ ഈ പ്രദേശം ഉൾപ്പെടാതെ പോയതാണ്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ 2016 മുഖ്യമന്ത്രി വിളിച്ച് ചേർത്ത ഉന്നതതല യോഗത്തിൽ
നാരങ്ങാനം ഉൾപ്പെടെയുള്ള പ്രദേശം ജോയിൻറ്റ് വെരിഫിക്കേഷൻ ഉൾപ്പെടാതെ പോയതാണ് എന്ന് പരാതി പറഞ്ഞിട്ടുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്താൻ 2016 തന്നെ ഉത്തരവിട്ടതുമാണ്. ഇപ്പോൾ 2016 കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 10 വർഷമാകാൻ പോകുന്നു. ഈ 10 വർഷത്തിനിടയ്ക്ക് ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്താതെ ആണ് വനംവകുപ്പ് ഇത്തരമൊരു കടന്നുകയറ്റം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇവിടെ 100 കണക്കിന് കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഇവരുടെ അവകാശം സംരക്ഷിക്കുന്നത് വരെ ഈ വിഷയവുമായി ഏറ്റെടുത്ത് ശക്തമായ നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകും. ഒരു കാരണവശാലും ഈ പ്രദേശത്ത് വനംവകുപ്പിൻ്റെ കടന്നുകയറ്റം അംഗീകരിക്കത്തില്ല. സർക്കാർ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കണം. ഈ റവന്യൂ വകുപ്പ് വനംവകുപ്പിൻ്റെ നിയമവിരുദ്ധമായ നടപടി ന്യായീകരിക്കാൻ വേണ്ടിയാണ് റവന്യൂ വകുപ്പ് വില്ലേജ് ഓഫീസർ ഈ പ്രദേശം ഉൾപ്പെടെ 4005 ഏക്കർ ഭൂമി സംരക്ഷിത വനമാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. വില്ലേജ് ഓഫീസർ പറയുന്ന വില്ലേജ് രേഖകൾ തയ്യാറാക്കി 1930 കാലഘട്ടത്തിലാണ്. 30 കാലഘട്ടത്തിൽ തയ്യാറാക്കിയ വില്ലേജ് രേഖ വെച്ചാണ് 1980 കാലഘട്ടത്തിൽ തയ്യാറാക്കിയ ജോയിൻറ്റ് വെരിഫിക്കേഷൻ ഈ സ്ഥലം ഉൾപ്പെട്ടിട്ടില്ല എന്ന് വില്ലേജ് ഓഫീസർ തെറ്റായ റിപ്പോർട്ട് നൽകിയത്. അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ ഈ തെറ്റായ റിപ്പോർട്ട് നൽകിയ വില്ലേജ് ഓഫീസർക്കെതിരെയും ഈ പ്രദേശത്ത് നിയമവിരുദ്ധമായി കടന്നുകയറി കൈവശ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന കുരിശ് നീക്കം ചെയ്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ജോയിൻറ്റ് വെരിഫിക്കേഷൻ പൂർണ്ണമായും നടത്തി ഈ പ്രദേശത്തെ അർഹരായ മുഴുവൻ ആളുകൾക്കും പട്ടയം ലഭ്യമാക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം. അതോടൊപ്പം ഈ മേഖലയിൽ വനംവകുപ്പിൻ്റെ കടന്നുകയറ്റം വളരെ വ്യാപകമാണ്. ആളുകൾ നട്ടുപിടിപ്പിച്ച പ്ലാവ് ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിക്കാനുള്ള അനുമതി വനംവകുപ്പ് നൽകുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് ഒരു പ്ലാവ് മുറിച്ചതിൻ്റെ പേരിൽ ആ മരത്തിന് സദാമടിക്കുകയും കേസെടുക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഉള്ള വനംവകുപ്പിൻ്റെ കടന്നുകയറ്റം അവസാനിപ്പിച്ച് ആളുകളുടെ കൈവശ ഭൂമി വനംവകുപ്പിന് അവകാശപ്പെട്ട സ്ഥലം ജണ്ട കെടുത്തിരിച്ചിട്ടുണ്ട്. ജണ്ടയ്ക്കകത്ത് വനംവകുപ്പിന് എന്ത് നിയന്ത്രണം മേലുമാകാം. ജണ്ടയ്ക്ക് പുറത്തുള്ള ആളുകളുടെ കൈവശ ഭൂമിയിൽ വനംവകുപ്പ് കടന്നു കയറാനും ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കാനുമുള്ള സമീപനം സ്വീകരിച്ചാൽ ഒരു സംശയവും വേണ്ട, ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാകും. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ ഇവരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പു നൽകുന്നു. നാരങ്ങാനത്ത് സ്ഥാപിച്ചിരുന്ന കുരിശ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിഴുതുമാറ്റിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ മുണ്ടമുടി അച്ചൻകവലിൽ പ്രതിഷേധിച്ചു. അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ പ്രൊഫസർ MJ ജേക്കബ്, നിസാർ മൗലവി, ഇന്ദു സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. നാരങ്ങാനത്ത് കുരിശ് തകർത്തും കൈവശഭൂമി റിസർവ് വനമാക്കാനുള്ള വനം റവന്യൂ വകുപ്പുകളുടെ ഗൂഢനീക്കത്തിനെതിരെ UDF മുണ്ടൻമുടി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അച്ചൻകാവലിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. യോഗം അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 വർഷം നിയമസഭയിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി വിവിധ വിഷയങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും പരിശ്രമിച്ചപ്പോൾ ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കർഷകർ അവഗണനയാണ് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞങ്ങൾ പലയാവർത്തി ഇത് നിയമസഭയിൽ ഉന്നയിക്കുകയും പറയുകയും ഒക്കെ ചെയ്തപ്പോൾ പല തൊടുന്യായങ്ങളും ഇവർ പറഞ്ഞു എന്നല്ലാതെ ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ഒരു തിരുത്തൽ വരുത്താൻ ഇവർ തയ്യാറായിരുന്നില്ല. ഇതിലെ ഏറ്റവും പ്രയാസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന ഭരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ കർഷകർക്ക് കാലാകാലങ്ങളിൽ അനുവദിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ അവരോട് സ്വീകരിച്ചു വന്നിരുന്ന സമീപനമെന്ന് പറയുന്നത് ബഡ്ജറ്റിൻ്റെ ഒരു നിശ്ചിത വിഹിതമെങ്കിലും കാർഷിക മേഖലയ്ക്ക് നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് പാടെ അട്ടിമറിച്ച് കാർഷിക മേഖലയ്ക്കുള്ള അലൊക്കേഷൻ ഏറ്റവും തുച്ഛമാക്കി എന്നുള്ളതാണ് ഈ സർക്കാർ ആദ്യം ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ കൊട്ടിഘോഷിക്കുന്നത് ഇവരുടെ വികസനം മുഴുവൻ കിഫ്ബി വഴിയാണ് നടപ്പിലാക്കിയത് എന്നാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വികസനത്തിൻ്റെ എഞ്ചിൻ, വികസന പ്രക്രിയ മുഴുവൻ നടപ്പാക്കുന്നത് കിഫ്ബി വഴിയാണ് എന്നുള്ളതാണ്. അങ്ങനെ അവകാശപ്പെടുന്ന ഒരു സർക്കാർ അതുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിൽ 1% പണം മാറ്റിവെക്കാൻ തയ്യാറായിട്ടില്ല എന്ന് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ UDF നേതാക്കളായ പ്രൊഫസർ MJ ജേക്കബ്, നിസാർ മൗലവി, ഇന്ദു സുധാകരൻ, അനിൽ പയ്യാനിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം, വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു, PM ഇല്യാസ്, ബേബി വട്ടക്കുന്നേൽ, സണ്ണി കളപ്പുര, PU ഷാഹുൽ ഹമീദ്, ദിവ്യ അനീഷ്, ജിജോ ജോസഫ്, MD ജോണി, ഷൈനി റെജി, സജി കണ്ണമ്പുഴ, VD ജോസ്, ലത്തീഫ് ഇല്ലിക്കൽ, ജനപ്രതിനിധികൾ, UDF നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ രഗത് കുമാർ മൂന്നാറിൽ സന്ദർശനം നടത്തി. മൂന്നാർ മേഖലയിലുള്ള വിവിധ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ നേരിൽ സന്ദർശിച്ച്
വിജയ രത്കർ തൊഴിലാളികളുടെ വിവിധ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് മൂന്നാർ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ അവലോകന യോഗവും നടന്നു. എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ, വിവിധ ട്രേഡ് യൂണിയനുകൾ, ഭാരവാഹികൾ, തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മൂന്നാർ മേഖലയിലെ സ്ത്രീ തോട്ടം തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും തൊഴിൽ സാഹചര്യങ്ങളും മറ്റു ചുറ്റുപാടുകളും നേരിൽ കണ്ട് വിലയിരുത്തുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ മൂന്നാറിൽ സന്ദർശനം നടത്തിയത്. മൂന്നാർ മേഖലയിലുള്ള വിവിധ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ നേരിൽ സന്ദർശിച്ച് വിജയ രഹത്കർ തൊഴിലാളികളുടെ വിവിധ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. വിവിധ യൂണിയൻ പ്രതിനിധികളുമായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആശയവിനിമയം നടത്തി. എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ, വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ, തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. और मुन्नार में जो चाय की बागान है वहाँ पे काम करने वाली जो महिलाएं हैं उनके साथ मैंने आज बातचीत करी है. उनके पूरे दिन का काम कैसे होता है, काम करने में उनको क्या क्या समस्या है, क्या क्या अड़चनें आती है और किस तरीके से वो काम करती है, उसके बारे में आज मैंने उनके साथ चर्चा करी. उसी के साथ साथ जो उनका काम का समय है क्या वो सही है, क्या उनको मैटरनिटी बेनिफिट लीव मिलता है क्या, उसके साथ साथ उनको मेडिकल फैसिलिटीज़ मिलती है क्या, ऐसे अनेक चीज़ों पर आज मैंने उनके साथ चर्चा करी है. और उसके साथ साथ जो उनके बच्चे हैं, बच्चे का स्कूलिंग कैसे होता है, इसके बारे में भी आज मैंने उनके साथ बात करी है. मुझे विश्वास है कि यहाँ की मुन्नार की जो चाय बागान में काम करने वाली महिलाएं हैं और उसके साथ साथ जिस चाय स्टेट में वो काम कर रही है उनके साथ काफ़ी अच्छा अंडरस्टैंडिंग है, आगे भी वो रहेगा और एक दूसरे के साथ चलते हुए महिलाओं के हित में यहाँ पे पूरा काम होगा, ये विश्वास मेरे मन में है. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. പഠന ചെലവുകൾ കണ്ടെത്തുന്നതിനായി പാർട്ട് ടൈം ജോലിയെയും കൃഷിയെയും ഒക്കെ ആശ്രയിച്ച് സമൂഹത്തിന് മാതൃകയാവുന്ന നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഒരേ സമയം കർഷകനായും സംരംഭകനായും മികവ് തെളിയിച്ച ഒരു വിദ്യാർത്ഥിയുടെ വിശേഷങ്ങളാണ് ഇനി. അലങ്കാര മത്സ്യങ്ങളെ പരിപാലിക്കുന്ന ഇടുക്കി സേനാപതി സ്വദേശിയായ പോൾസ് ബാബുവിന്റെ വിജയഗാഥ. MSW 2ാം വർഷ വിദ്യാർത്ഥിയായ പോൾസ് പഠനത്തിന്റെ തിരക്കുകൾക്കിടയിലും തന്റെ മത്സ്യക്കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ സമയം മാറ്റിവെക്കും. പോൾസിന് അലങ്കാര മത്സ്യങ്ങളോടുള്ള പ്രിയം കുട്ടിക്കാലം മുതൽ ആരംഭിച്ചതാണ്. കൗതുകത്തിന് ആരംഭിച്ച അലങ്കാര മത്സ്യപരിപാലനം പിന്നീട് കാര്യമായി. ഏഞ്ചൽ ഫിഷ്, വൈൽഡ് ടൈൽ, ആരോവന, ബ്ലാക്ക് മോർ, വിവിധ ഇനം ഗപ്പികൾ തുടങ്ങി സ്വദേശ വിദേശ ഇനങ്ങളിൽപ്പെട്ട നിരവധി അലങ്കാര മത്സ്യങ്ങൾ പോൾസിന്റെ പക്കലുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ടേ മീനുമായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ഇപ്പോൾ വീട്ടിലാണെങ്കിലും മീന് അക്യൂറിയം ഉണ്ടായിരുന്നു. നേരത്തെ പഴയ വീട് വേറെ ആയിരുന്നു, അവിടെ വെച്ച് അക്യൂറിയം, പാടത്താണേലും മീൻകുളം, അങ്ങനെയൊക്കെ പറഞ്ഞു മീനുമായിട്ടായിരുന്നു ഫുൾ ടൈം. പിന്നെ പെറ്റ്സിനോടൊക്കെ ഒരു നല്ല താല്പര്യം. ഇതാകുമ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ നോക്കാൻ പറ്റുന്ന ഒരു പെറ്റാണ്. അലങ്കാര മത്സ്യം എല്ലാം തന്നെയുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്തതാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം വളർത്തു മത്സ്യങ്ങളായ കാർപ്പ് ഐറ്റംസ്, വരാല്, ഇതിൻ്റെ എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ ഇടുക്കി ജില്ലയിൽ ലൈസൻസ്ഡ് ആണ് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത്. ഫിഷറീസിൻ്റെ അംഗീകൃതമായിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ അതേപോലെ തന്നെ അവരുടെ ഒരു മാർജിൻ റേറ്റിനാണ് നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത്. വെള്ളം ശുചീകരണമടക്കം വിവിധ ആവശ്യങ്ങൾക്കുള്ള സജ്ജീകരണങ്ങളും പോൾസ് തനിയെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിനെ മനോഹരമാക്കാൻ മത്സ്യക്കുഞ്ഞുങ്ങളെ തേടി പോൾസിന്റെ അടുത്തെത്തുന്നവർ നിരവധിയാണ്. അക്വേറിയം സജ്ജീകരണം, അനുബന്ധ ഉപകരണങ്ങൾ, വെള്ളച്ചാട്ട സജ്ജീകരണം, ഫൗണ്ടൻ, ഫിൽട്രേഷൻ സംവിധാനം, മീൻതീറ്റ, മരുന്നുകൾ തുടങ്ങി വിവിധ സേവനങ്ങൾ ഈ യുവാവ് ഉപഭോക്താക്കൾക്കായി നൽകുന്നുണ്ട്. വീടിന്റെ മട്ടുപ്പാവിലാണ് അലങ്കാര മത്സ്യകൃഷി ക്രമീകരിച്ചിരിക്കുന്നത്. റെഫ്രിജറേറ്റഡ് ബോക്സുകളിലാണ് മത്സ്യങ്ങളെ കൃഷി ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നത്. അലങ്കാര മത്സ്യങ്ങൾ കൂടാതെ വളർത്തു മത്സ്യക്കുഞ്ഞുങ്ങളെയും നൽകി വരുന്നു. ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെയാണ് അലങ്കാര മത്സ്യകൃഷി ചെയ്തു വരുന്നത്. പൂർണ്ണ പിന്തുണയുമായി കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട്. നമ്മൾ ഗവൺമെന്റിന്റെ ഹാച്ചറിയിൽ തന്നെയാണ് കുഞ്ഞുങ്ങൾ എടുക്കുന്നത്. ഇത് നമുക്ക് അവര് സ്റ്റോക്ക് അയക്കുമ്പോൾ നമ്മളോട് പറയും കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണെങ്കിൽ. അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നു. പിന്നെ അവർ പറയുന്ന ഒരു മാർജിനിൽ തന്നെ സെയിൽ ചെയ്യുന്നു. ഇത് നമ്മൾ ലൈസൻസ് ആയതുകൊണ്ട് നമുക്ക് കണക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന്.
പിന്നെ മത്സ്യമാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള മത്സ്യത്തിനെ നോക്കി നമ്മൾ എടുക്കാറുള്ളൂ. നല്ല രീതിയിൽ ഹോർമോൺ കൊടുത്തേക്കണത്. നമ്മൾക്ക് ഇപ്പോൾ വളർത്തു മത്സ്യമാകുമ്പോൾ ഒരു 6 മാസം കൊണ്ട് വളർച്ച പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് വളർച്ച കിട്ടും. അതിന് നമ്മൾ ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ അല്ലാണ്ട് ബുക്കിംഗ് ആണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് ആൾക്കാർ വിളിക്കും, ഇന്ന മീനായി നമുക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട്. നമ്മുടെ അടുത്ത് റേറ്റും കൂടി കുറവായതുകൊണ്ട് ആൾക്കാർ നല്ല രീതിയിൽ വന്ന് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡെലിവറി മാക്സിമം ചെയ്യുന്നുണ്ട്. ഓരോ റൂട്ട് നമ്മൾ ഇപ്പോൾ ഒരു 10 ബുക്കിംഗ് ഒരു റൂട്ടിലുണ്ടെങ്കിൽ നമ്മൾ അവരെ ഡെലിവറി ചെയ്യും. അതേപോലെ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മളൊരു അല്ലാണ്ട് പോകുമ്പോൾ പാക്കറ്റ് 100 രൂപ എന്നും പറഞ്ഞ് നമ്മളൊരു സ്കീം ചെയ്യുന്നുണ്ട്. അതായത് ഗോൾഡ് ഫിഷ് ഒക്കെ ആണെങ്കിൽ ഒരു 4 എണ്ണം 100 രൂപ, 6 എണ്ണം 100 രൂപ, 10 എണ്ണം 100 രൂപ അങ്ങനത്തെ റേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡോ ഒക്കെ വരുമ്പോഴത്തേക്കും 6 എണ്ണം 7 എണ്ണം ഒക്കെ 100 രൂപ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് തുച്ഛ വിലയ്ക്കാണ് മീനെ നമ്മൾ കൊടുക്കുന്നത്. ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ 24-ാം വാർഷിക പൊതുയോഗം നടന്നു. മുരിക്കാശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന വാർഷിക സമ്മേളനം HMTA കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജി പുളിക്കുന്നേൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. മോട്ടോർ വാഹന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര തൊഴിലാളി സംഘടനയായ ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ 24-ാം വാർഷിക പൊതുയോഗം മുരിക്കാശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അംഗങ്ങളുടെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ചു വരുന്ന സ്വതന്ത്ര സംഘടനയാണ് ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ. കഴിഞ്ഞ 24 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗമാണ് നടന്നത്. സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗം HMTA കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ നിരവധിയായ ഡെവലപ്മെന്റുമായിട്ട് ഈ യൂണിറ്റ് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും അതിനെ നയിക്കുന്നവർക്ക് ഇച്ഛാശക്തി, നയിക്കുന്നവർക്കൊരു കാഴ്ചപ്പാട്. ഇപ്പൊ ഒരു വിമാനത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു വിമാനത്തിന് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാവും. കാരണം അത് പരിശോധിച്ചാണല്ലോ അതിന്റെ യാത്ര പുറപ്പെടുക. ഇന്ധനം ഉണ്ടാവും, നല്ല ടയറുകളായിരിക്കും, ഓക്സിജനൊക്കെ നല്ല വർക്കിംഗ് ആയിരിക്കും, AC സംവിധാനം വർക്കിംഗ് ആയിരിക്കും, എയർ ഹോസ്റ്റസ്മാരുണ്ടാവും, ഫുഡ് ഉണ്ടാവും, കുടിവെള്ളം ഉണ്ടാവും. അങ്ങനെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമായിട്ടായിരിക്കാം ഒരു വിമാനത്തിന്റെ യാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ 300 യാത്രക്കാരെ വഹിച്ചുകൊണ്ട് പോകുന്ന ഈ വിമാനത്തിന്റെ പൈലറ്റിന് പണിയറിയാൻ വൈകിൽ പോയി മുഴുവൻ പോയി വെള്ളത്തിൽ ഒഴുകി പോയി. ഇത് നമുക്ക് സത്യമാണ്. അപ്പൊ അതുപോലെയാണ് ഒരു സംഘടനയെ 300 500 പേരുടെ ഒരു സംഘടനയെ നയിച്ചു കൊണ്ടുപോകുന്നവരുടെ കഴിവും പ്രാപ്തിയും അവരുടെ ഇച്ഛാശക്തിയും കാഴ്ചപ്പാടുകളുമാണ് ഒരു സംഘടനയെ വഹിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ അംഗങ്ങൾ സഹകരിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു സംഘടന നന്നായി പോകില്ല. യൂണിറ്റ് പ്രസിഡന്റ് ഷാജി പുളിക്കുന്നേൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി MK ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി ബോസ് സെബാസ്റ്റ്യൻ വാർഷിക റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിച്ചു. മറ്റ് യൂണിറ്റുകളിൽ നിന്നെത്തിയ ബേബി മാത്യു, സജി കുന്നേൽ എന്നിവർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. യൂണിറ്റ് ട്രഷറർ സാജൻ പ്ലാത്തോട്ടം യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തി. മറ്റ് വിവിധ മേഖലകളിൽ നിന്നെത്തിയ സംഘാടകരും ഭാരവാഹികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയ സെമിനാറിൽ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് മാനേജർ രോഹിത് ക്ലാസ് നയിച്ചു. കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് 1 തൊഴിലാളി ദിനം ആചരിച്ചു. രാജാക്കാട് എസ്റ്റേറ്റിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടിയുടെ ഭാഗമായി കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റും INTUC ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ജോഷി കന്യാക്കുഴിയിൽ കൊടി ഉയർത്തി. INTUC മണ്ഡലം പ്രസിഡന്റ് അജി കാട്ടുമന, INTUC റീജിയണൽ വൈസ് പ്രസിഡന്റ് ഡയാന മാത്യു, സെക്രട്ടറി സുലേഖ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സിജി നന്ദകുമാർ, ജേക്കബ് മച്ചാനിക്കൽ, ലിറ്റി, സതി, ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. ജയ് ജയ് INTUC, ജയ് ജയ് INTUC, ജയ് ജയ് തൊഴിലാളി ദിനം, ജയ് ജയ് തൊഴിലാളി ദിനം, ജയ് ജയ് INTUC. ഇടുക്കി ജില്ലാ അക്വാറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മെയ് ദിന നീന്തൽ മത്സരം സംഘടിപ്പിച്ചു. വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ വെച്ച് നടന്ന നീന്തൽ മത്സരം
തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടൊപ്പം 30 വരെ നടക്കുന്ന അവധിക്കാല നീന്തൽ പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനവും ചെയർമാൻ നിർവഹിച്ചു. കേരള അക്വാറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബേബി വർഗീസ് മെയ്ദിന സന്ദേശം നൽകി. ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ അക്വാട്ടിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മെയ്ദിന നീന്തൽ മത്സരങ്ങൾ നടത്തി. വണ്ടമറ്റം അക്വാട്ടിക് സെന്ററിൽ വെച്ച് നടന്ന നീന്തൽ മത്സരം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടൊപ്പം 30 വരെ നടക്കുന്ന അവധിക്കാല നീന്തൽ പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനവും ചെയർമാൻ നിർവഹിച്ചു. Take your word. കേരള അക്വാട്ടിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബേബി വർഗീസ് മെയ്ദിന സന്ദേശം നൽകി. ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് ജോസഫ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി അലൻ ബേബി സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റുമാരായ PG സനൽകുമാർ, പോൾസൺ മാത്യു, ജോയിന്റ് സെക്രട്ടറി സെബാസ്റ്റ്യൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളും രക്ഷകർത്താക്കളുമായി 100-ലേറെ പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 2ാം ബാച്ച് അവധിക്കാല നീന്തൽ പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വണ്ടമറ്റം അക്വാട്ടിക് സെന്ററുമായി ബന്ധപ്പെടണമെന്ന് അക്വാട്ടിക് സെന്റർ ഡയറക്ടർ കൂടിയായ ബേബി വർഗീസ് അറിയിച്ചു. ഫോൺ നമ്പർ 9447223674. ന്യൂസ് ബ്യൂറോ, വണ്ടമറ്റം. മുതലക്കുളം സെയിന്റ് ജോർജ് ഫൊറോന പള്ളിയിലെ 8ാമിടത്തോടനുബന്ധിച്ച് റവറന്റ് ഫാദർ സിൽജോ ആവണിക്കുന്നൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിച്ചു. രാമപുരം മാർ അഗസ്തിനോസ് കോളേജ് പ്രിൻസിപ്പൽ റൈറ്റ് റവറന്റ് ഫാദർ ജോസഫ് ആലഞ്ചേരി സന്ദേശം നൽകി. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ കേരളത്തിൽ അനിതര സാധാരണമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന അപൂർവമിടങ്ങളിലൊന്നാണ് മുതലക്കോടം ഫൊറോന പള്ളി. ഈ പള്ളിയുടെ തിരുനാൾ ആഘോഷത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നാം. 8ാം ഇടത്തിലാണ്. അതിന് വലിയൊരു പാരമ്പര്യമുണ്ട്. നമ്മുടെ എല്ലാ തിരുനാളുകളും വിശ്വാസത്തിൻ്റെ പരസ്യമായ ആഘോഷമാണ്. വിശ്വാസത്തിൻ്റെ പരസ്യമായ ആഘോഷമായിട്ട് വിശ്വാസ സമൂഹം എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും തലമുറകളുടെ സംഗമ ഭൂമിയാക്കി നമ്മുടെ ദേവാലയത്തെയും പരിസരത്തെയും മാറ്റി കുഞ്ഞുങ്ങളോടൊപ്പം ഒരുമിച്ച് ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് അവർണ്ണനീയമായി ഈ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി എന്ന് പറയുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ ദേശത്തിന് തലമുറകളായി ദൈവം തമ്പുരാനെ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി വിശുദ്ധ കുർബാനയുടെ സമയത്ത് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. അവർണ്ണനീയമായി ദാനത്തെ പ്രതി കർത്താവേ അങ്ങേക്ക് സ്തുതി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CITUവിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മെയ്ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി നിർവഹിച്ചു. ലോക തൊഴിലാളി ദിനമായ മെയ് 1-ന് AITUCയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. സമ്മേളനം AITUC ജില്ലാ പ്രസിഡന്റ് MN അനിൽ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയിലെ പാതയോരങ്ങളിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ തീരുമാനം. മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് PWD ഉദ്യോഗസ്ഥരോട് റോഡരികിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിവാക്കുവാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി നാരങ്ങാനത്ത് കുരിശ് തകർത്ത സ്ഥലവും ചുറ്റുമുള്ള പട്ടയഭൂമിയും സന്ദർശിച്ചു. നാരങ്ങാനത്ത് സ്ഥാപിച്ചിരുന്ന കുരിശ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിഴുതുമാറ്റിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ മുണ്ടൻമുടി അച്ചൻകവലിൽ പ്രതിഷേധിച്ചു. അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.